കഴിഞ്ഞ കുറെ കാലമായി കാത്തിരുന്ന ഇന്ത്യ UK ട്രേഡ് ഡീൽ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നു. ഇന്ത്യക്കും UKയ്ക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന പുതിയ ട്രേഡ് ഡീലാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. നിരവധി ഇന്ത്യക്കാർക്ക് UKയിലെത്തി ജോലി ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ കൂടിയാണ് ഈ പുതിയ ട്രേഡ് ഡീലിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വ്യാപാര കരാറിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് ഇന്ത്യക്കുണ്ടാവുക, ഇനി UKയിൽ വന്ന് എളുപ്പത്തിൽ ജോലി ചെയ്യാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് പുതിയ ഡീലിലൂടെ ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ടുള്ള പുതിയ ചേഞ്ചുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി UKയിൽ വന്നിട്ടുള്ളത്. UKയിലെ ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ട്രേഡ് ബില്ലിലൂടെ വലിയ വ്യാപാര ബന്ധങ്ങൾക്ക് പുറമെ ജോലി സാധ്യതകൾക്ക് കൂടിയാണ് ട്രേഡ് ബിൽ തുടക്കമിട്ടിരിക്കുന്നത്. ഇന്ത്യക്ക് വലിയ പ്രയോജനങ്ങൾ നൽകുന്ന ട്രേഡ് ഡീലാണ് സൈൻ ആയിരിക്കുന്നത്. 1800 ഇന്ത്യക്കാർക്ക് അടുത്ത 3 വർഷത്തേക്ക് UKയിൽ വന്ന് ജോലി ചെയ്യാൻ പുതിയ ട്രേഡ് ഡീലിലൂടെ അനുമതി നൽകുന്നു. അതോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ വരുന്നവർ നാഷണൽ ഇൻഷുറൻസ് നൽകേണ്ടതില്ല എന്ന തീരുമാനം കൂടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. UKയിൽ ജോലി ചെയ്യുന്നവരുടെ നാഷണൽ ഇൻഷുറൻസ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് സ്വീകരിച്ചപ്പോൾ പുതിയ ട്രേഡ് ഡീലിലൂടെ UKയിൽ എത്തുന്ന ഇന്ത്യക്കാർക്കും ബിസിനസ്സുകൾക്കും നാഷണൽ ഇൻഷുറൻസ് ഒഴിവാക്കാനുള്ള സുപ്രധാനമായ തീരുമാനം കൂടിയാണ് കസ്റ്റമർ ഗവൺമെന്റ് എഗ്രി ചെയ്തിരിക്കുന്നത്. 3 കാറ്റഗറികളിൽ ജോലിക്കാർക്ക് എത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഇനി മുതലുണ്ടാകും. ഷെഫുമാർക്കും യോഗ ടീച്ചേഴ്സിനും മ്യൂസീഷ്യൻസിനും UKയിൽ എത്താൻ കഴിയുന്ന സാഹചര്യങ്ങളും പുതിയ ട്രേഡ് ഡീലിലൂടെ ഉണ്ടായിരിക്കുന്നു. കുറെ വർഷങ്ങളായി ഷെഫുമാർക്ക് UKയിലോട്ട് എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. UKയിൽ എത്തി ജോലി ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനുമുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നുവെങ്കിൽ പുതിയ ട്രേഡ് ഡീലിലൂടെ ഷെഫുമാർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത ലഭിക്കുക. UKയിലെ ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നത്. ധാരാളം പേർക്ക് ഇനി UKയിലെ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലോട്ട് എത്താം. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും വേഗത്തിൽ ജോലി ലഭിക്കുന്നതിന് സഹായകരമാവുകയും ചെയ്യും. UKയിലോട്ട് വ്യാപകമായി ഇന്ത്യൻ പ്രോഡക്റ്റുകൾ കൊണ്ടുവരുന്ന രീതിയിലോട്ട് ടാക്സ് നിയമങ്ങൾ വരുന്നു. ഇമ്പോർട്ട് നിയമങ്ങൾ മാറുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ക്ലോത്ത്സ്, ഫുഡ്വെയർ, ഫുഡ് ഐറ്റംസ് UKയിലോട്ട് വേഗത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇമ്പോർട്ട് നിയമങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. അതേസമയം തന്നെ UKയിൽ നിന്നുള്ള എക്സ്പോർട്ടുകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. കാറുകൾക്കും സ്കോച്ച് വിസ്കി ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകൾക്കും ഇന്ത്യയിൽ ടാക്സ് കുറയുന്നതോടെ UKയിൽ നിന്നുള്ള എക്സ്പോർട്ട് വർദ്ധിക്കും. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ 1 ബില്യൺ പൗണ്ടിലധികം വരുന്ന ട്രേഡായിരിക്കും സ്കോച്ച് വിസ്കിയുടെ കാര്യത്തിൽ മാത്രം ഉണ്ടാവുക. UKയിലെ പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ വ്യാപകമാകുന്ന സാഹചര്യങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. UKയിലെ ജോലി സാധ്യതകളും വർദ്ധിക്കും. സ്കോച്ച് വിസ്കി നിർമ്മാണ മേഖലയിൽ തന്നെ 1200-ലധികം പേർക്ക് അഡീഷണലായി ജോലി ലഭിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന 110% ടാക്സ് 10%-ആയി കുറയുന്നതോടെ UKയിലുള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ സാധാരണമാവുകയും ചെയ്യും. എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന രീതിയിലോട്ട് വില കുറയുന്നതോടെ UKയിലെ പ്രോഡക്റ്റുകൾ ഇന്ത്യയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ വളരെ സാധാരണമായി മാറും. ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ഇന്ത്യ UK ട്രേഡ് ഡീൽ നിലവിൽ വന്നിരിക്കുന്നത്. വ്യാപാരം സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിലോട്ട് പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ടും ഇന്ത്യയിൽ നിന്ന് UKയിലോട്ടും കൊണ്ടുവരുന്ന രീതിയിലോട്ടുള്ള വലിയ ട്രേഡ് ഡീലിലാണ് തുടക്കമിട്ടിരിക്കുന്നത്. UKയിൽ നിന്നുള്ള ധാരാളം പ്രോഡക്റ്റുകൾ, മെഡിക്കൽ ഡിവൈസുകൾ, കോസ്മെറ്റിക് ഐറ്റംസ്, സാൽമൺ ഫിഷ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉൾപ്പെടെയുള്ള ഐറ്റംസ് UKയിൽ നിന്നും ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ ആരംഭിക്കും. UKയിൽ വളരെ സാധാരണമായ മീനാണ് സാൽമൺ മീൻ. ഇത് ഇന്ത്യയിലോട്ട് വ്യാപകമായി എക്സ്പോർട്ട് ചെയ്യാനുള്ള പുതിയ ഡീൽ കൂടിയാണ് ഈ ഒരു വ്യാപാര കരാറിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ ഇല്ലാത്ത ഐറ്റംസ് ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ UKയിൽ ഷോർട്ടേജ് ഉള്ള ഐറ്റംസ് ഇന്ത്യയിൽ നിന്ന് UKയിലോട്ടും കൊണ്ടുവരിക. ഇത്തരത്തിൽ വലിയ സൗഹൃദപരമായ ഒരു വലിയ ട്രേഡ് ഡീൽ കൂടിയാണ് ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുന്നത്. തുണി വ്യാപാര രംഗത്ത് വലിയ സാധ്യതകൾ നൽകുന്ന രീതിയിലോട്ടാണ് ട്രേഡ് ഡീൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും വ്യാപകമായി തുണിത്തരങ്ങൾ UKയിലോട്ട് കയറ്റുമതി ചെയ്യും. UKയിൽ നിന്നുള്ള ചോക്ലേറ്റ്സ് ഉൽപ്പന്നങ്ങളും വ്യാപകമായി ഇന്ത്യയിലോട്ട് എത്തിക്കുകയും ചെയ്യും. ഇത് സാധാരണ ജനജീവിതത്തിലും പ്രതിഫലിക്കുന്ന കാഴ്ചയായിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവുക. ഉദാഹരണത്തിന് ചോക്ലേറ്റിന്റെ ട്രേഡ് വ്യാപകമാകുന്നതോടെ കൊക്കോ ഉൽപ്പന്നങ്ങളുടെ വില കൂടും. ഇപ്പോൾ കൊക്കോ കൃഷി നടത്തുന്ന സാധാരണ കർഷകർക്കും കൊക്കോയുടെ വില കൂടുന്നത് വരും ദിവസങ്ങളിൽ കാണാനാകും. ഇപ്പോൾ UKയിലെ ബിസിനസ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇതൊരു ലാൻഡ്മാർക്ക് ഡീലാണ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഡീൽ എന്നതിനെ വിശേഷിപ്പിക്കാം. ഇത് വ്യാപകമായ സാമ്പത്തിക മുന്നേറ്റം ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകും. ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ തുണി വ്യാപാര രംഗത്ത് വലിയ സാധ്യതകൾ നൽകുന്നു. നിരവധി പേർക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിന് ഈ ട്രേഡ് ഡീലിലൂടെ കഴിയും. സാധാരണക്കാർക്കെല്ലാം പ്രയോജനം നൽകുന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ UKയിലുള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യയിലെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം വ്യാപകമാകുന്ന രീതിയിലോട്ടുള്ള ട്രേഡ് ഡീൽ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സാധാരണ ചെറിയ പ്രോഡക്റ്റുകൾ മാത്രമല്ല, UKയിൽ നിന്നുള്ള നിരവധി കാറുകളും ഇനി ഇന്ത്യയിലോട്ടെത്തും. കാറുകളുടെ ടാക്സ് കുറയ്ക്കാനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിക്കുന്നതോടെ UKയിൽ നിർമ്മിക്കുന്ന പ്രധാന കാറുകളെല്ലാം ഇന്ത്യയിലെ റോഡുകളിൽ വ്യാപകമാകും. ഇപ്പോൾ UKയിൽ നിന്നുള്ള കാറുകൾക്ക് ഇന്ത്യയിൽ 110%-ആണ് ടാക്സ്. അത് 10%-ആയി കുറയുന്നതോടെ UKയിലെ കാറുകൾ ഇന്ത്യയിൽ വളരെ സാധാരണമാകും. ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള കാറുകൾ ധാരാളമായി ഇന്ത്യയിലോട്ട് വരുന്നത് കുറയും. ഇന്ത്യ UK വ്യാപാര രംഗത്ത് വലിയ സാധ്യതകൾ നൽകുന്ന എഗ്രിമെന്റ് കൂടിയാണ് മോദി സർക്കാരും കസ്റ്റമർ ഗവൺമെന്റും ചേർന്ന് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ട്രേഡ് ഡീലിനെതിരെ വിമർശനങ്ങളുണ്ടായി. UKയിൽ ജോലി ചെയ്യുന്നവരുടെ നാഷണൽ ഇൻഷുറൻസ് വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ജോലിക്കാർക്ക് നാഷണൽ ഇൻഷുറൻസ് വേണ്ട എന്ന തീരുമാനം നടപ്പാക്കുന്നത് വിവേചനപരമാണെന്ന വിമർശനങ്ങളുമുണ്ടായി. നാഷണൽ ഇൻഷുറൻസ് വേണ്ട എന്ന തീരുമാനം നടപ്പാക്കുന്നതോടെ ടാക്സിലുണ്ടാകുന്ന കുറവ് സാലറി വർദ്ധിപ്പിക്കും. UKയിൽ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ സാധ്യതകൾ കൂടിയാണ് ഈ ഒരു
ഒരു എഗ്രിമെന്റിലൂടെ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ കാറ്റഗറികളായ മ്യൂസീഷ്യൻസ്, ഷെഫ്, യോഗ ടീച്ചേഴ്സിന് വലിയ സാധ്യതകൾ നൽകുന്നു. യോഗ പഠിപ്പിക്കുന്നവർക്ക് UK-യിൽ വന്ന് യോഗ ടീച്ചേഴ്സ് ആകുന്നതിനുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് ട്രേഡ് ഡീലിലൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുകയാണെങ്കിൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ തന്നെ UK-യിൽ വന്ന് ജോലി ആരംഭിക്കാൻ കഴിയുന്ന സാധ്യതകളായിരിക്കും യോഗ ടീച്ചേഴ്സിനുണ്ടാവുക. ഷെഫ്മാരുടെ കാര്യത്തിലാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷെഫ്മാർക്ക് വേഗത്തിൽ തന്നെ UK-യിൽ വരാൻ കഴിയുന്ന പുതിയ പ്ലാനുകളും വിസ ഇളവുകളുമായിരിക്കും അവർക്ക് നൽകുക. UK-യിലെ ഹോസ്പിറ്റാലിറ്റി മേഖല വലിയ സാധ്യതകൾ നൽകുന്നതാണ്. എല്ലാ മേഖലകളിലും തന്നെ ലോക്കൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ നമുക്ക് കാണാനാകും. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഇന്ത്യയിൽ നിന്ന് ഷെഫ്മാരെ നിയമിക്കുന്നതിന് പുതിയ നിയമങ്ങളിലൂടെ തടസ്സമുണ്ടാകില്ല. ഇതേ രീതി തന്നെയായിരിക്കും യോഗ ടീച്ചേഴ്സിന്റെയും മ്യൂസീഷ്യൻസിന്റെയും കാര്യത്തിലുണ്ടാവുക. മറ്റ് ജോബ് കാറ്റഗറികളുടെ കാര്യത്തിലാണെങ്കിൽ പുതിയ ചർച്ചകളൊന്നും ഉണ്ടായില്ല. ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ UK-യിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന് പുതിയ പ്ലാനുകളില്ല. ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിൽ ആ ഒരു സ്ട്രിക്റ്റ് നിയമങ്ങൾ തന്നെ നടപ്പാക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. UK-യിലോട്ടുള്ള സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ വലിയ ചേഞ്ചുകളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. കർശന വിസ നിയമങ്ങൾ നടപ്പാക്കുക തന്നെയാണ് ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ 3 രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസിനെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള പുതിയ തീരുമാനവും ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ, നൈജീരിയ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിന് UK-യിൽ എത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ നൽകുന്ന രീതിയിലോട്ടാണ് നിയമങ്ങൾ മാറുന്നത്. അതിന് പ്രധാന കാരണം ഈ രാജ്യങ്ങളിൽ നിന്ന് UK-യിൽ വന്നവർ ഓവർ സ്റ്റേ ചെയ്യുന്നത് വളരെ കോമൺ ആണെന്നും അത്തരം സംഭവങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി വിസ നിയമങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കുകയാണ് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ന പ്രസ്താവനയും നൽകിയിരിക്കുന്നു. പുതിയ ട്രേഡ് ഡീലിന്റെ ഭാഗമായി ഹെൽത്ത് കെയർ ഉൾപ്പെടെയുള്ള മേഖലകളിലോട്ട് സ്കിൽഡ് വർക്കേഴ്സിന് എളുപ്പത്തിൽ എത്താൻ കഴിയുമായിരിക്കും എന്നുള്ള വാർത്തകൾ മുൻപുണ്ടായിരുന്നുവെങ്കിൽ അതേക്കുറിച്ചുള്ള ചർച്ചകളൊന്നും ഉണ്ടായില്ല. UK-യിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഉയർന്ന മൈഗ്രേഷൻ തന്നെയാണ് അതിന് പ്രധാന കാരണം. എന്നാൽ ചില മേഖലകളിൽ ഇളവുകൾ നൽകുക, അതോടൊപ്പം തന്നെ UK-യിലോട്ട് എത്താൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ ഇളവുകൾ നൽകുന്ന രീതിയിലോട്ടാണ് ചർച്ചകൾ മാറിയതും. ബിസിനസ്സുകൾക്കും നാഷണൽ ഇൻഷുറൻസ് നൽകേണ്ടതില്ല എന്ന തീരുമാനം ഗവൺമെന്റ് നടപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് UK-യിൽ വന്ന് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുമെങ്കിലും വ്യാപകമായ ഒരു മൈഗ്രേഷൻ ഈ ഒരു ഡീലിലൂടെ ഉണ്ടാകില്ല. ഇന്ത്യയും UK-യും തമ്മിലുള്ള വ്യാപാര കരാറുകൾ ബിസിനസ് രംഗത്ത് വലിയ മുന്നേറ്റങ്ങളായിരിക്കും ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കും. UK-യിൽ നിന്നുള്ള എക്സ്പോർട്ട് വർദ്ധിക്കുന്നതോടെ UK-യിലെ ബിസിനസ്സുകൾക്ക് വലിയ സാധ്യതകൾ നൽകും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുന്ന രീതിയിലായിരിക്കും ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടും കാരണമാവുക. അതുകൂടാതെ ഇരു രാജ്യങ്ങളിലോട്ടും മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലിക്കാർക്കും ഇളവുകൾ നൽകുന്ന രീതിയിലോട്ട് നിയമങ്ങൾ മാറും. എന്നാൽ ഈ ഒരു പുതിയ ട്രേഡ് ഡീൽ ഇമിഗ്രേഷൻ ചേഞ്ചുകൾ ഉണ്ടാക്കില്ല എന്ന പ്രസ്താവനയും ഗവൺമെന്റ് നൽകുന്നു. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡന്റ് വിസയിലും കാര്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസം നൽകിയത്. പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നതോടെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ താമസിയാതെ തന്നെ നമുക്ക് അറിയാനുമാകും. ഇപ്പോൾ UK-യിലെ നിലവിലെ സാഹചര്യത്തിൽ സ്റ്റുഡന്റ് വിസ ആപ്ലിക്കേഷനുകളിൽ 16% കുറവാണ് അനുഭവപ്പെടുന്നത്. പല യൂണിവേഴ്സിറ്റികളും സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റിന്റെ പുതിയ ഇമിഗ്രേഷൻ ക്രാക്ക്ഡൗൺ യൂണിവേഴ്സിറ്റികളെ കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലോട്ട് നയിക്കുമെന്ന പ്രസ്താവനയും യൂണിവേഴ്സിറ്റി ലീഡേഴ്സ് ഇപ്പോൾ നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലും സ്റ്റുഡൻസിന് UK-യിൽ എത്തുന്നതിനും കോഴ്സിന് ശേഷം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകൾക്കും മങ്ങലേൽക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ UK-യിൽ നിന്നും വരുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും സ്റ്റുഡൻസായി എത്തുകയും പിന്നീട് കോഴ്സിന് ശേഷം അഭയാർത്ഥി വിസ ഉൾപ്പെടെയുള്ള കാറ്റഗറികളിൽ അപേക്ഷിച്ച് കണ്ടിന്യൂ ചെയ്യാൻ സ്റ്റുഡൻസ് ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങളും ഇപ്പോൾ രാജ്യത്തുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകൾ ഇല്ലാതാക്കുന്ന രീതിയിലാണ് പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങളും UK-യിൽ ഉണ്ടാവുക. ധാരാളം അപ്ഡേറ്റുകളാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.